അപ്പോൾ എല്ലാവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്നത്തെ IPL മാച്ചിനെ പറ്റിയിട്ടാണ്. ഒന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രണ്ടാം ടീം എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസ്. അപ്പം അതിനെ പറ്റിയിട്ടുമ്പോൾ ഒരു വരുത്താണ്. രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാണ് ഈക്വലി ടാലൻറ്റഡ് ആയിട്ടുള്ള രണ്ട് സൈഡാണ്. കാരണം എന്താ വെച്ചാൽ ഗുജറാത്തിനെ നയിക്കുന്ന ശുഭ്മാൻ ഗില്ലാണെങ്കിലും രാജസ്ഥാനെ നയിക്കുന്ന സഞ്ജു സാംസൺ ആണെങ്കിലും ക്യാപ്റ്റൻസിയിൽ നല്ല മികവ് പുലർത്തുന്നവർ തന്നെയാണ്. ഒരാൾ ഇന്ത്യൻ ഇൻ്റർനാഷണൽ വരെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സഞ്ജു ഓൾമോസ്റ്റ് ഇൻ്റർനാഷണൽ ലെവൽ പ്ലെയർ തന്നെയാണ്. ഇന്ത്യ വരെയൊക്കെ ഇന്ത്യനെ ക്യാപ്റ്റൻസി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ IPL ശുഭ്മാൻ ഗില്ലിനേക്കാൾ ഏറെ ക്യാപ്റ്റനായി പ്രവൃത്തി പരിചയമുള്ളത് സഞ്ജുവിനാണ്. വിജയം നേടാൻ സാധിച്ചത് സഞ്ജുവിനാണ്. അപ്പോൾ രണ്ടാളും ഈക്വലി ടാലൻറ്റഡ് ആണ്. അതുതന്നെ ടീമും വെൽ ബാലൻസ്ഡ് സൈഡാണ്. രണ്ടാളും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇതുവരെയുള്ള സീസണുകളിലൊക്കെ തുടർച്ചയായി IPL കാഴ്ചവെച്ച് ഇപ്പോഴും IPL തുടക്കത്തിൽ രണ്ടാളും മോശമല്ലാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു. അവരുടെ ലെവലിനൊത്തതല്ലെങ്കിലും താരതമ്യേന മോശമല്ലാത്ത രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ അവരുടെ ഓപ്പണിംഗ് ജോഡി, അതായത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെയാണ് സായി സുദർശൻ, അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും. നമ്പർ 3 ജോസ് ബട്ട്ലറാണ് ഇറങ്ങുന്നത്. ഇവർ തന്നെ ഒരു പവർ കോമ്പിനേഷനാണ്. പിന്നെ രാജസ്ഥാൻ റോയൽസ് എന്ന് പറഞ്ഞാൽ ടോപ്പ്, അതായത് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന T20യിൽ കൺസിഡർ ചെയ്യുന്ന, അതായത് നമ്മുടെ സഞ്ജു സാംസണും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളുമാണ് ഇപ്പം അവരുടെ ഓപ്പണിംഗ് ജോഡി. അതുകൊണ്ട് തന്നെ ഒരു മാസമായൊരു പെർഫോമൻസ് തന്നെ പ്രതീക്ഷിക്കാം. അവരുടെ ലെവലിനൊത്ത് അവർ ഇതുവരെ ഉയർന്നിട്ടില്ലെങ്കിലും മോശമല്ലാത്ത രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടും നല്ലൊരു ഇന്നിങ്സ് തന്നെ കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മോശമല്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടാണ്. ഇന്നത്തെ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ട്രാക്ക് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റൺവീക്ക് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്യൂറേറ്റർമാരൊക്കെ പറയുന്ന അപ്ഡേറ്റ് എന്താ വെച്ചാൽ നല്ല ഫ്ലാറ്റ് ട്രാക്കാണ്, റൺസ് ഒഴുകും, സ്പിന്നേഴ്സിന് അനുകൂലമാണ്, പേസ് നിര കുറച്ചും കൂടി സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് ബോൾ എറിയാന്നൊക്കെയാണുള്ള വിവരങ്ങളാണ് പുറത്തു വിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനലിസ്റ്റൊക്കെ, അതായത് ഇപ്പം കമൻറ്റേറ്റേഴ്സും അനലിസ്റ്റൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇന്നത്തെ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് സ്പിന്നേഴ്സിന് അനുകൂലമായതിനാൽ തന്നെ കൂടുതൽ സ്പിന്നേഴ്സിനെ ടീം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും രാജസ്ഥാൻ റോയൽസ് അസറങ്കനെയും തീക്ഷണനെ കൊണ്ടും തന്നെ ബോളിംഗ് ചെയ്യിപ്പിക്കും. പിന്നെ വേണമെങ്കിൽ 1-2 ഓവർ പരാഗിനെ കൊണ്ട് എറിയിപ്പിക്കാം. അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടായാലും സ്പിന്നേഴ്സിന് അനുകൂലമായതിനാൽ സഞ്ജു സ്പിന്നേഴ്സിനെതിരെ നന്നായി കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് നല്ല 6 ഹിറ്റിംഗ് കാഴ്ചവെക്കാൻ കഴിയുമോ എന്ന് സംശയമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോം തുടർന്നാൽ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. പിന്നെ അതുകൊണ്ട് തന്നെ പേസ് ബോളർ നന്നായി കളിക്കാൻ എല്ലാവർക്കും കഴിയുന്നതിനാൽ അധികം ആൾക്കാരെ പേസ് ബോളിങ്, അതായത് 1-2 പേസ് ബോളർ മാക്സിമം പോയാലോ ടീമിലുണ്ടാവാൻ സാധ്യതയുള്ളൂ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച്. എന്ത് തന്നെയായാലും ഇന്നത്തെ മാച്ച് ഒരു ത്രില്ലിംഗ് തന്നെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ഇന്ത്യൻ T20 ടീമിൻ്റെ നമ്പർ 1 വിക്കറ്റ് കീപ്പർ എന്ന സ്ഥാനം ഇപ്പോൾ ഋഷഭ് പന്തിൻ്റെ കയ്യിൽ നിന്ന് സഞ്ജു സാംസൺ ഏകദേശം തട്ടിയെടുക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടും ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിൽ ഋഷഭ് പന്തിനേക്കാളും മികച്ച ഒരു പ്ലെയർ തന്നെയാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് ഋഷഭ് പന്തിനെ ഒഴിവാക്കിയത് എന്തുകൊണ്ടും നന്നായി. അതുകൊണ്ട് അത് ഇന്ത്യയുടെ ഭാഗ്യമായി ഞാൻ കാണുന്നു. താങ്ക് യു.